അവർക്ക് വീണ്ടും ഭൂട്ടാൻ വാഹനക്കടത്ത് കേസിൽ താരങ്ങളെ ചോദ്യം ചെയ്യാൻ ഇഡി. നടൻ അമിത് ചക്കാലക്കലിന് വീണ്ടും നോട്ടീസ് അയച്ചു. ദുൽഖർ സൽമാനും ഉടൻ നോട്ടീസ് അയക്കും. നിതിൻ സേവ്യർ വിവരങ്ങളുമായി. നിതിൻ, എന്താണ് വിവരങ്ങൾ? കസ്റ്റംസ് റെയ്ഡ് നടത്തിയ വാഹനങ്ങൾ പിടികൂടുന്നതിന് പിന്നാലെയാണ് ഇഡി കേസിലേക്ക് കടന്നു വരുന്നത്. ഫെമ നിയമങ്ങൾ ഉൾപ്പെടെ ചുമത്തിയാണ് ഈ താരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഈ ഭൂട്ടാൻ വാഹനക്കടത്തിൽ കേസ് എടുത്തിട്ടുള്ളത്. ഇതിൽ വലിയ തോതിലുള്ള റെയ്ഡ് ഇഡി നേരത്തെ നടത്തുകയും ചെയ്തിരുന്നു. 17 ഇടങ്ങളിൽ റെയ്ഡ് നടത്തി. അതിൽ പ്രധാനമായും ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും വീടുകളിലടക്കം റെയ്ഡ് നടത്തുകയും ഇവിടെ നിന്നും വാഹനങ്ങളുടെ രേഖകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഈ രേഖകൾ പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അമിത് ചക്കാലക്കലിനോട് ഈ മാസം ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ദുൽഖർ സൽമാനിൽ നിന്നും പിടിച്ചെടുത്ത വാഹനത്തിന്റെ രേഖകളടക്കം കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഈ രേഖകൾ കൃത്യമായി പരിശോധിച്ച് അവസാനിച്ച ശേഷമായിരിക്കും ദുൽഖർ സൽമാനോട് എന്ന് ഹാജരാകണം. നിലവിൽ ദുൽഖർ സൽമാന് ഹാജരാകാൻ നിർദ്ദേശം നൽകാൻ തീരുമാനമായിട്ടുണ്ട്. ഏത് തീയതിയിൽ ഹാജരാകണമെന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും ദിവസങ്ങളിൽ ഇഡിയിൽ നിന്ന് വരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഏതായാലും ദുൽഖർ സൽമാന്റെ 4 വാഹനങ്ങൾക്കും അമിത് ചക്കാലക്കലിന്റെ 6 വാഹനങ്ങൾക്കുമാണ് നിലവിൽ ഇഡി ഇത്തരത്തിൽ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന് വ്യാജ നമ്പർ പ്ലേറ്റുകളടക്കം ഉപയോഗിച്ചു തുടങ്ങിയ വലിയ തോതിലുള്ള സംശയങ്ങൾ ഇഡിക്ക് നിലവിലുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകാൻ ഇഡി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. നിഷാദ്.